നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മലൈക്കോട്ടെ വാലിബന്റെ സംവിധായകൻ ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ താല്പര്യം, ഇന്ന് രാവിലെ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ പറഞ്ഞ രാഷ്ട്രീയ താല്പര്യം കാരണമാണ് ഈ സിനിമ പരാജയപ്പെടുന്നതിന് ഒരു കാരണം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാരണം രാഷ്ട്രീയ താല്പര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ സിനിമ ആസ്വദിക്കുന്ന എല്ലാ പ്രേക്ഷകനും അറിയാം, നമ്മൾ ഒരു മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയല്ല മമ്മൂട്ടിയെ മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടതോ അവരുടെ സിനിമകൾ കാണുന്ന ഏത് നടന്മാരെയും നമുക്ക് ഒരു ജാതിയോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും നമ്മൾ മതമോ രാഷ്ട്രീയമൊന്നും നമ്മൾ നോക്കുന്ന പോലുമില്ല. നമ്മൾ അവരുടെ സിനിമകൾ നല്ലതാണെങ്കിൽ നമ്മൾ പോയി കാണും. ചിലപ്പോൾ 2-3 വട്ടം 5 വട്ടം കാണുന്നവരുണ്ട്. അതൊന്നും അല്ല. പക്ഷേ ഇതേ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളും മണ്ടത്തരങ്ങളും പറയുന്നത്. ഇദ്ദേഹം രാവിലെ പറഞ്ഞ വർത്തമാനം ഒന്ന് കേട്ട് നോക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിശദാംശങ്ങൾ പറയുന്നില്ല. പല രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളും ഈ ഡിഗ്രേഡിംഗ് നടത്തുന്ന വ്യക്തികളുടെയും പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലൈക്കോട്ടെ വാലിബൻ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് രാഷ്ട്രീയ താല്പര്യം, ഇപ്പം പലരും ഇതിനകത്ത് ഒരുപാട് കമൻസിനകത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ ക്ഷണം കിട്ടി അയോധ്യയിൽ പോകാത്തതിൻ്റെ പ്രതിഫലനമാണ് ഈ സിനിമയുടെ പരാജയം. എനിക്ക് ഒരു കാര്യം 100% ഉറപ്പാണ്, ഏത് പാർട്ടിയോ ഏത് മതസംഘടനയോ വിചാരിച്ചാലും ഒരു നല്ല സിനിമ, പ്രത്യേകിച്ച് മോഹൻലാൽ മമ്മൂട്ടിയെ പോലുള്ളൊരു നടൻ്റെ സിനിമ ഗംഭീര സിനിമയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണേണ്ട ജനങ്ങളെല്ലാം കണ്ടിരിക്കും. അതിനിങ്ങനെ ഈ ക്യാമ്പയിൻ നടത്തേണ്ട ആവശ്യമില്ല. ആദ്യം ലിജോ പെല്ലിശ്ശേരി LJP വന്നൊരു പ്രസ് മീറ്റ് നടത്തുന്നു, ഷിബു ബേബി ജോൺ 3-4 പ്രസ് മീറ്റ് നടത്തുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ റഫീഖ് എന്ന് പറയുന്ന ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വന്ന് പ്രസ് മീറ്റ് നടത്തുന്നു. ഇങ്ങനെ ഇതിനൊന്നും യാതൊരു ആവശ്യമില്ല. ഒരുപാട് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. LJP ഒക്കെ നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഒരു പരാജയ ഭീതി. എന്തിനാണ് അങ്ങനെ? അടുത്ത പടത്തിൽ നോക്കാമെന്ന് വിചാരിക്കണം. അല്ലാതെ ഇത് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ഒരു 10 പേര് കാണുമായിരിക്കും. അത് ഇപ്പോൾ ഇതിനകത്തും കമൻസ് ഇടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ഗംഭീര സിനിമയാണ്. പക്ഷേ ഇഷ്ടപ്പെടാത്ത 90 പേരുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഈ സിനിമ പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതും തിയേറ്ററിൽ ആളുകൾ നിറയാത്തതും. അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഒരിക്കലും. രാഷ്ട്രീയവും മതവും വെച്ചല്ല ഒരിക്കലും ഒരു സിനിമയും പ്രേക്ഷകർ കാണുന്നത്. ഷിബു ബേബി ജോണിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കും, അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ട് രാഷ്ട്രീയ കളികളെല്ലാം അറിയായിരിക്കും. പക്ഷേ അത് സിനിമയായിട്ട് ഒരിക്കലും മിക്സപ്പ് ചെയ്യരുത്. നമ്മൾ സിനിമാ പ്രേമികൾക്ക് നല്ല സിനിമകൾ തന്നാൽ, നല്ല ഒരു ബിരിയാണി കിട്ടിയാൽ നമ്മളത് ആസ്വദിച്ച് കഴിക്കുമെന്ന് പറയുന്ന പോലെ നല്ല സിനിമ കിട്ടിയാൽ നമ്മളത് ഗംഭീരമായിട്ട് ആസ്വദിച്ച് കാണും. അതിനൊരിക്കലും മതമായിട്ടും രാഷ്ട്രീയമായിട്ടും കലർത്തി സംസാരിക്കരുത്. ദയവ് നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂകൾ, പ്രസ് മീറ്റും കാര്യങ്ങളും അവസാനിപ്പിക്കുക. കാരണം നല്ല സിനിമയാണെങ്കിൽ അത് ഓടട്ടെ, അതെന്തായാലും അത് സിനിമ ആൾക്കാർ സ്വീകരിച്ചോളും. അല്ലാതെ നിങ്ങളിത് പറഞ്ഞ് വീണ്ടും തള്ളി ഇത് ഞങ്ങളുടെ കഷ്ടപ്പാടാണ്, എല്ലാവരുടെയും കഷ്ടപ്പാടുകളാണ് സിനിമ, ഞങ്ങളുടെയും കഷ്ടപ്പാടാണ്. ഇവിടെ വന്ന് ഇത്രയും സമയം ഞങ്ങൾ സമയവും മുടക്കി പൈസയും മുടക്കി കാണും. അന്നേരം അതിനൊരു ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അന്നേരം ഇങ്ങനെ നിങ്ങൾ വീണ്ടും പറയുമ്പോൾ ഇത് എല്ലാവരിലേക്കും സ്പ്രെഡ് ആകുകയാണ് ഈ സിനിമ ഭയങ്കരമായ ഒരു പരാജയമായത്. അന്നേരം അതിന് പരമാവധി ശ്രമിക്കുക. ഇനിയും നല്ല സിനിമയാണെങ്കിൽ അത് OTT പ്ലാറ്റ്ഫോമിൽ വല്ലതും വരുമ്പോൾ ആൾക്കാർ കാണും. തിയേറ്ററിൽ കാണണമെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അന്നേരം രാഷ്ട്രീയമായിട്ട് ഇത് ഇടകലർത്തുന്നത്, മതമായിട്ടൊന്നും ഇടകലർത്തുന്നത് ശരിയായ നടപടിയല്ല, ശരിയായ രീതിയുമല്ല. അങ്ങനെ സംസാരിക്കാതിരിക്കുക. ഓക്കെ, ബൈ.